എറണാകുളം മൂവാറ്റുപുഴയിൽ 4 ദിവസമായി ഗൃഹനാഥനെ കാണാനില്ലെന്ന് പരാതി. കാലാമ്പൂർ സ്വദേശി ജീവൻദാസ് എന്ന ബാബുവിനെയാണ് കാണാതായത്. ജീവൻദാസിന്റെ പേഴ്സും ഫോണും വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അമ്മ രാവിലെ ജോലിക്ക് പോയി. ഒരു 8:30 ഒരു 8 മണിയായ അമ്മയും പോയി. 8:30 ആയപ്പോൾ ഞാനും പോയി. ആള് ഒരു 11 മണിയായപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് പോകാമെന്നും പറഞ്ഞ് താക്കോലും കൊടുത്ത് പോയതാണ്. പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അകത്താണ്, അത് വേറെ ലോക്കറിൻ്റെ അകത്താണ്. അതൊക്കെ അവിടെ തന്നെയുണ്ട്, ഇപ്പോഴും ഉണ്ട്. വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ലാൽ കൃഷ്ണനാണ് ചേരുന്നത്. ലാൽ, ഗുഡ് മോർണിംഗ്. ഇദ്ദേഹത്തിന്റെ വിലപ്പെട്ട രേഖകൾ, പേഴ്സ്, ഫോൺ, കാരണം നമ്മൾ എവിടെ പോയാലും ഈ ഫോൺ എടുത്തുകൊണ്ടാണല്ലോ പോകുന്നത്. ഇതൊക്കെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ഇതൊക്കെ നൽകുന്ന ഒരു പ്രാഥമിക സൂചനകൾ എന്തൊക്കെയാണ്? 3-ാം തീയതി 11 മണിയോട് കൂടിയാണ് ഈ ജീവൻദാസ്, ബാബു എന്ന് വിളിക്കുന്ന ജീവൻദാസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരു ഓട്ടോ വിളിച്ചാണ് മൂവാറ്റുപുഴയിലേക്ക് പോകുന്നത്. അടുത്ത് കണ്ട ബന്ധുക്കളോടെല്ലാം പറഞ്ഞത് മൂവാറ്റുപുഴ വരെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് പോവുകയാണ് എന്ന് മാത്രമാണ്. പക്ഷേ ഓട്ടോക്കാരനോട് പറഞ്ഞിരുന്നത് പെരുമ്പാവൂർക്ക് പോവുകയാണ് എന്നാണ്. ഈ ഓട്ടോക്കാരനെ ഇറക്കി വിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസും അതോടൊപ്പം തന്നെ ഈ ജീവൻദാസിൻ്റെ ബന്ധുക്കളും പരിശോധന നടത്തിയെങ്കിലും CCTV വിഷ്വൽസിലൊന്നും ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, മകൻ വീട്ടിലെത്തി വിളിച്ചു നോക്കുമ്പോഴാണ് ഫോൺ വീട്ടിൽ തന്നെ ഉണ്ട് എന്നറിയുന്നത്. ഇതോടൊപ്പം നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹം കഴിക്കേണ്ട മരുന്ന്, കണ്ണട, വാച്ച്, പേഴ്സ്, ഐഡൻറ്റിറ്റി കാർഡുകൾ, അതോടൊപ്പം ATM കാർഡുകൾ പോലുള്ള വസ്തുക്കൾ പോലും വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നത്. ഇദ്ദേഹം 8 വർഷമായിട്ട് സ്വകാര്യ ബസ്സിൽ ജീവനക്കാരനായിരുന്നു. കഴിഞ്ഞ 8 മാസമായിട്ട് ഇദ്ദേഹം ജോലിക്ക് പോകുന്നില്ല. അതിന് മുമ്പ് വരെ സ്വകാര്യ ബസ്സിൽ ജീവനക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സിലടക്കമുള്ള ആളുകൾക്കും ഇദ്ദേഹത്തെ കണ്ടാൽ മനസ്സിലാകും. ഈ വീട്ടുകാരെ പ്രധാനപ്പെട്ട പേടിയെന്ന് പറയുന്നത് മരുന്നടക്കമുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് ചില അസുഖങ്ങളുള്ള ആളാണ്. ഷുഗർ അടക്കമുള്ള വലിയ രീതിയിൽ ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ തന്നെയാണ്. സാധാരണഗതിയിൽ എത്ര വൈകിയാലും വീട്ടിൽ വരുന്ന ഒരാളായിരുന്നിട്ട് പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ വീട്ടിലേക്ക് വിളിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആശങ്കയിലാണ് വീട്ടുകാരുള്ളത്. നിലവിൽ പോത്താൻകാട് പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഒരു തരത്തിലുള്ള വിവരവും ലഭിച്ചിട്ടില്ല. നേവി ബ്ലൂ ഷർട്ടും ഒരു പാൻറ്റും ഇട്ടുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോയത്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നുള്ള കാര്യം കൂടി ബന്ധുക്കളും പോലീസും തിരയുന്നുണ്ട്. ശരി, ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആ മേഖലയിലുള്ള ആരെങ്കിലും ഇദ്ദേഹത്തെ കണ്ടെത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ പ്രസ്തുത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക.